അവിടെ ഒരു ജ്വല്ലറിക്ക് മാത്രമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. വെറും 150 റുപ്പീസാണ്. ഇത് മറ്റേ നമ്മൾ ഭരതനാട്യം പണ്ട് ഇവിടുത്തെ ഒരു പീസ് പൊട്ടിപ്പോയി. എൻ്റെ ഈ സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനനുസരിച്ചുള്ള പാക്കേജിങ് അവർ കൊണ്ടുവരും ചെയ്യണം. ഇവരുടെ പാക്കേജിങ് ഭയങ്കര മോശമാണ്. അടുത്തൊന്ന് ഇങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുറേ ഡിഫക്ട്സ് കാണുമെങ്കിൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു ചെറിയൊരു ജ്വല്ലറി ഹോളാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഓരോ സ്ഥലത്തു നിന്ന് വാങ്ങിയതായിട്ടും പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിയതും ഓഫ്ലൈനായിട്ട് വാങ്ങിയതും ഷോപ്പിൽ പോയി വാങ്ങിയതും അങ്ങനെ കളക്ട് ചെയ്ത് കുറച്ച് പീസസിൻ്റെ ഒരു ചെറിയൊരു ഹോളാണ്. ഞാൻ പൊതുവേ ജ്വല്ലറി ഫ്രീക്കൊന്നുമല്ല, പക്ഷേ നല്ല നല്ല ഓർണമെൻറ്റ്സ് കണ്ടാൽ അത് അതിന് പറ്റിയ ഡ്രസ്സസ്, അതായത് അതിന് പറ്റി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് മാക്സിമം വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. എടുത്തു വയ്ക്കും. ഇങ്ങനെ കുറേ കാലം ഏതോ കൊല്ലം വാങ്ങിച്ച മാലയൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് സ്റ്റോക്കായിട്ട്. കാരണം വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാമല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ എടുത്തു വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു വട്ടമുള്ളതുകൊണ്ട് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് കൂട്ടി വെച്ച ജ്വല്ലറീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പ്രഷ്യസ് സ്റ്റോണോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര റേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ കാണാൻ പക്ഷേ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സാരിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് മാലയാണ് എൻ്റെ കയ്യിലുള്ളത് പൊതുവേ. അപ്പോൾ എന്നാൽ ഞാൻ അധികം വളച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തത് ഈ മാലയാണ്. ഇതൊരു കെമ്പ് മാലയാണ്, പക്ഷേ ഇത് ഒറിജിനൽ ഒന്നുമല്ല കേട്ടോ. ഇത് ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മാലയാണ്. ഇത് ഞാൻ വാങ്ങിയത് കോയമ്പത്തൂർ ഒപ്പനക്കര സ്ട്രീറ്റിൽ അവിടെ ഒരു ജ്വല്ലറിക്ക് മാത്രമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയതായിരുന്നു. അപ്പോൾ അവിടെ ഈ മാലയും ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു മാലയും കൂടെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ റേറ്റ് അന്ന് ഒരു 6 years ബിഫോർ അന്ന് ഇതിൻ്റെ റേറ്റ് വെറും 150 റുപ്പീസാണ്. ഈ ഒരു മാലയ്ക്കും പിന്നെ ഈ ഒരു മാലയ്ക്കും, ഈ രണ്ട് മാലയ്ക്കും കൂടിയല്ല ഒന്നിന് 150 റുപ്പീസായിരുന്നു. കമ്മലുണ്ടാവില്ല. ഇത് മറ്റേ നമ്മൾ ഭരതനാട്യത്തിനൊക്കെ കളിക്കുമ്പോൾ ഇട്ടിരുന്ന ടൈപ്പ് മാലയില്ലേ, നെക്ലസ്. ഒറിജിനലല്ല കേട്ടോ, ഒറിജിനലല്ല. അപ്പോൾ അന്ന് ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങിയ മാലയാണ് ഇത് രണ്ടും. ഇതും അതേപോലെ തന്നെ നല്ലൊരു മാലയാണ്, അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ നെക്ലേസസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വാങ്ങി കൂട്ടിയതാണ് ഈ മാലകൾ രണ്ടും. പിന്നെ അവിടെ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു കമ്മലും. ഈ കമ്മലും ഈ ഭരതനാട്യം അതിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് കെമ്പ് പോലത്തെ കമ്മലാണ്. ഇതിനും വലിയ റേറ്റ് ഒന്നുമില്ല. ഇതിനും 150, എൻ്റെ ഓർമ്മയിൽ വെച്ച് 150 അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഭയങ്കര റേറ്റ് കുറഞ്ഞിട്ടൊരു ഈ നെക്ലേസ്, കെമ്പിൻ്റെ നെക്ലേസൊക്കെ ട്രെൻഡ് വരുന്നതിന് മുന്നേ തന്നെ, ഇത് ക്ലാസിക്കൽ സാധനമല്ലേ, പക്ഷെ ഇപ്പോഴാണ് അത് ട്രെൻഡ് വന്നത്. അതിന് മുന്നേ ഞാൻ വാങ്ങിയ സാധനം ഒരു 6-7 കൊല്ലമായി. ഇതിപ്പോൾ 150 റുപ്പീസ് ആണെങ്കിൽ ഇതിൻ്റെ കളറോ ഒരു കേടൊന്നും പറ്റിയിട്ടില്ല. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം. അടുത്തത് ഒരു ഓൺലൈൻ ബ്രാൻഡായിട്ടുള്ള സൃഷ്ടി ജ്വൽസ്, എല്ലാവർക്കും അറിയുണ്ടാവും. ആ ജ്വല്ലറി, ആ ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിയതാണ് ഇത്. ഇതെൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് വാങ്ങിയതാണ്. ആക്ച്വലി ഇത് നല്ല പാക്കേജിങ്ങിലും പിന്നെ ഫോട്ടോയിൽ, അതായത് അവർ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ ഇത് കുറച്ചൊരു ആൻറ്റി ഗോൾഡ് പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊരു ഓറഞ്ച് ഗോൾഡൊക്കെ ഇല്ല, ആ ഒരു കളറാണ് കിട്ടിയപ്പം. അത് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നെങ്കിലും ഇതൊരു മാല അത് ആ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വലിയ അഭംഗിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് ഞാൻ ആകെ ഒരു പ്രാവശ്യത്തെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു എവിടെയത് ഇവിടുത്തെ ഒരു പീസ് പൊട്ടിപ്പോയി. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കാരണം ഇങ്ങനത്തെ ഈ ഗുട്ടപ്പുസൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈപ്പ് ഓഫ് മാലയാണിത്. ഇതിൻ്റെ ഒറിജിനൽ നല്ല റേറ്റാണ്, 5000-6000 അങ്ങനെയൊക്കെയാണ് റേറ്റ്. അപ്പോൾ അതിന് ഏകദേശം ഒരു ഡ്യൂപ്പ് പോലെ, പക്ഷേ വലിയ വൃത്തികേടൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റിയ മാലയാണ്. പക്ഷെ സീനില്ല, നല്ല പാക്കേജിങ്ങിലും അങ്ങനെയൊക്കെയാണ് കൊണ്ടു തന്നത് കേട്ടോ. ഇത് സൃഷ്ടി ജ്വൽസിൻ്റെ മാലയാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കമ്മലും ഉണ്ട്. അത് വലിയ സുഖമില്ല. കമ്മൽ ഞാൻ ഇട്ടിട്ട് തന്നെ ഇല്ല, ഒരു സുഖമില്ലാത്തൊരു ടൈപ്പ് ഓഫ് കമ്മലാണ്. അതിൻ്റെ ഒന്ന് താഴത്തെ കണ്ടോ, ഇങ്ങനത്തെ കമ്മലാണ്. ഒരു ഭംഗിയില്ലാത്ത കമ്മലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല മാല. പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല. ആ റേറ്റ് ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല മാല ഇമ്പോസിബിളാണ് എവിടെയും കിട്ടാൻ. നെക്സ്റ്റ് ഈ അടുത്ത ട്രെൻഡിങ്ങിന് വന്നതാണ് ഈ ലോട്ടസിൻ്റെ കെമ്പ്. അപ്പോൾ ഈ ട്രെൻഡ് വരുന്ന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ലോട്ടസിൻ്റെ കേട്ടോ. ഇത്
ഓബയോസി എന്ന് വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത്ര കാലമായിട്ട് ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 1 year ആയി. പക്ഷേ കളറൊന്നും ഇളകിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഗോൾഡിൻ്റെ കളറാണ്. ഈ സൃഷ്ടിന്ന് വാങ്ങിയ ആ ഒരു ഓറഞ്ച് ഗോൾഡല്ല, ഒരു നാച്ചുറൽ ഗോൾഡാണ്. പക്ഷെ ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര മോശമായിരുന്നു. അവർ ഇത് കൊണ്ടുവന്നപ്പം ഇതിൻ്റെ കമ്മലും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഇതിൻ്റെ ഈ കമ്മലിൻ്റെ ഈ സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു, ഒടിഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പാക്കേജ് ഇങ്ങനെ നോർമൽ ഒരു കാർഡ്ബോർഡ് പാക്കേജിലാണ് വന്നത്. കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ ചപ്പി ഇങ്ങനെ പരന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് റെഡിയാക്കി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. റേറ്റ് അന്ന് ഇതിന് നല്ല റേറ്റ് ആയിരുന്നു, ഒരു 1500 ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ റേറ്റ് കുറഞ്ഞു. ഈ ട്രെൻഡ് എല്ലാവരുടെ കയ്യിൽ ഈ മാല വന്നതോടെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞിരിക്കണം. ഇപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല. പക്ഷെ ഞാൻ അന്ന് വാങ്ങിയതാണ് ഈ മാല ഫ്രം ഓബയോസി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നിങ്ങളുടെ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ കുറേ കോൺട്രവേഴ്സീസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആകെ ഇതേ വാങ്ങിയിട്ടുള്ളൂ. ഇതിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്, പാക്കേജിങ് ഒഴികെ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു. നെക്സ്റ്റ് ഞാൻ ഈ അടുത്ത് വാങ്ങിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. ചെറുതാണ്, സിമ്പിളാണ്. ഇങ്ങനത്തെ ഒരു മാല ഇങ്ങനെ. ഇത് താരത്തി ജ്വൽസും അങ്ങനെ എന്തോ ഒരു പേരുള്ള ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 1000 അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷെ 1000-നുള്ള ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഈ ഓരോ സ്റ്റോൺസും നല്ല അതിൻ്റെ ആ ക്വാളിറ്റീൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് ഓരോ സ്റ്റോണിന്. പിന്നെ ഈ ചെയിനൊക്കെ ഉണ്ടല്ലോ, ഒരു ഗോൾഡ് ലൈക്ക് പോലെ തോന്നും. എൻ്റെ അമ്മ ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു ഇത് ഗോൾഡാണോ എന്നൊക്കെ വെച്ചിട്ട്. കാരണം നല്ല ഫിനിഷ് ഉണ്ട്. അപ്പോൾ 1000 രൂപയ്ക്ക് ഇത് വേർത്താണ്, ഭയങ്കര വേർത്താണ്. നല്ലൊരു നാച്ചുറൽ സ്റ്റോൺ പോലത്തെ തോന്നും. എന്നിട്ട് പ്രഷ്യസ് സ്റ്റോണിൻ്റെ ഒരു ചെറിയൊരു ഡ്യൂപ്പ് പോലെ ആണെങ്കിലും ചെറിയൊരു ചായ കാച്ചലുണ്ട് പ്രഷ്യസ് സ്റ്റോണിൻ്റെ. ആൻഡ് ഇത് നല്ലൊരു മാലയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. ഇതിന് കമ്മലുണ്ട് ആക്ച്വലി. അതിൻ്റെ ഈ സംഭവത്തിൻ്റെ സെയിം ഇങ്ങനത്തെ ഒരു കമ്മൽ. ഇതാണ് അതിൻ്റെ കമ്മലും നല്ല ഒരു കമ്മലാണ്. ഇതുണ്ടോ ഇങ്ങനെ. ഇതിൻ്റെ പാക്കേജിങ്ങും നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. ഈ ബോക്സ് ആയിട്ടാണ് വന്നത്. ഈ സൃഷ്ടി പിന്നെ ഈ താരാത്തി ജ്വൽസും എല്ലാം അവർ ബോക്സ് ആക്കിയിട്ട് നന്നായിട്ട് ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് തന്നത്, പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട്. അപ്പോൾ അതിന് കാര്യമായിട്ട് കേടൊന്നും വന്നിട്ടില്ല. ഈ ഓബയോസിൻ്റെ മാത്രമാണ് അവർ ജസ്റ്റ് പേപ്പറോ അങ്ങനെ എന്തോ വെച്ചിട്ട് ജസ്റ്റ് ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ബബിളൊക്കെ അതിനെ പകുതി പൊട്ടിപ്പോയി. അത് ചിലപ്പോൾ അവരുടെ തെറ്റായിരിക്കില്ല, മേ ബി ഈ ലോജിസ്റ്റിക്സ് കമ്പനീൻ്റെ പ്രശ്നമായിരിക്കാം. അതെങ്ങനെയാണെന്ന്. പക്ഷെ ഇതിനനുസരിച്ചുള്ള പാക്കേജിങ് അവർ കൊണ്ടുവരും ചെയ്യണം. ചെറിയൊരു എഫേർട്ട് ഇടാനുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാനിത് ഓബയോസി അവരുടെ പേജിൽ പോയിട്ട് ഞാൻ DM ചെയ്തിരുന്നു കേട്ടോ ഇതിനെ പറ്റിയിട്ട്. ലൈക്ക് എനിക്ക് കിട്ടിയ മാലേൻ്റെ കമ്മൽ ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടിയല്ല, ജസ്റ്റ് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ലോജിസ്റ്റിക്സ് കമ്പനിക്കാരോട് ഞങ്ങൾ അവരുടെ പ്രശ്നമാണ്, എങ്ങനെയാണ് പാക്കേജിങ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി. കാരണം അത് വലിയ സീനൊന്നുമല്ലായിരുന്നു. കാരണം സാധനം പൊട്ടിയിട്ടൊന്നുമില്ല. പൊട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ക്വയറി കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അത് ഓക്കെയാണ്, ഞാനും സാറ്റിസ്ഫൈഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റിൽ ബാക്കിയുള്ള കമ്പനീസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവരുടെ പാക്കേജിങ് ഭയങ്കര മോശമാണ്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് മാല വന്നിട്ട് ഈ മാലയാണ്. ഇത് AJ പുണ്ണഗി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ്നാട്ടിൽ ചെന്നൈ ബേസ്ഡ് ബ്രാൻഡ്. ചെന്നൈ ആണോ അറിയില്ല, തമിഴ്നാട്ടിലുള്ളൊരു ബ്രാൻഡാണ്. അതും ഓൺലൈനാണ്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയതാണ്. ഒരു ബ്ലാക്ക് സാരിക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ്. ഇത് നല്ല അടിപൊളി മാലയാണ്. ഇതിൻ്റെ ഷൈനിങ് ആണ്. ഈ സ്റ്റോൺസൊക്കെ ഭയങ്കര ഷൈനിങ് ആണ്. അതുമല്ല ഇത് കുറച്ച് വെറൈറ്റിയാണ്, ഡിസൈനിലും വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെയിനൊക്കെ ഏകദേശം ഗോൾഡ് ലുക്ക് ലൈക്കാണ്. ആക്ച്വൽ ഗോൾഡാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഗോൾഡിനെക്കാട്ടിലും നല്ലൊരു ഫിനിഷ് ഉണ്ട് ദൂരെ നോക്കുമ്പോൾ. അടുത്ത് വന്ന് ഇങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുറേ ഡിഫക്ട്സ് കാണുമെങ്കിലും പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഗോൾഡ് പോലെ തന്നെ തോന്നും. പിന്നെ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ച പോലെ തന്നെ ഒരു തോന്നലുണ്ട്, ഫേക്ക് സ്റ്റോൺസ് ആണെങ്കിലും. അപ്പോൾ ഇത് AJ പുണ്ണഗിൻ്റെ മാലയാണ്. ഇതിൻ്റെ കമ്മലുണ്ട് കേട്ടോ. ഇതിൻ്റെ കമ്മൽ ഇതാ.
അടിപൊളി കമ്മലും അടിപൊളി മാലയാണ്. ഞാൻ ഈ പേജ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നു. AJ കുണ്ടകി, തെറാപ്പി, സൃഷ്ടി. പിന്നെ നമ്മൾ ബഡ്ജറ്റ് റേറ്റിലുള്ളതാണെങ്കിൽ സൃഷ്ടി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം ഞാൻ എൻ്റെ ഗോൾഡ് ജ്വല്ലറിയാണ് കാണിച്ചത്. ഇനി ഞാൻ സിൽവർ ജ്വല്ലറിയാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, കാരണം ലൈറ്റ് ഓഫായി പോയി. അതുകൊണ്ടാണ് ഞാൻ വേറെ ലൈറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയതനുസരിച്ച് ഞാനിപ്പോൾ ജ്വല്ലറി, എൻ്റെ സിൽവർ ജ്വല്ലറി കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ പണ്ട് കോളേജിൽ നിന്ന് കേസ് സ്റ്റഡി പോയിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അവിടുത്തെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു മാല. ഈ മാലേൻ്റെ കൂടെ വേറെ 2 മാലകളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂടി 350ക്ക് അവരെനിക്ക് തന്നു. അപ്പോൾ ഇതിൻ്റെ പെർട്ടിക്കുലർ പ്രൈസ് അങ്ങനെയല്ലായിരുന്നു വാങ്ങിയത്. 3 എണ്ണത്തിനും കൂടിയാണ് 350 വാങ്ങിയത്. ഇത് ഓൾമോസ്റ്റ് ഒരു 7 or 8 കൊല്ലം മുന്നേ, 8 years ബാക്ക് ആയിരുന്നു ഞാനിത് വാങ്ങിയിരുന്നത്. ഇതിന് ഒരു കേടുമില്ല. വാങ്ങിയ സാധനങ്ങൾക്കൊന്നും വലിയ കേടൊന്നും പറ്റിയിട്ടില്ല, കളറൊന്നും പോയിട്ടില്ല, ബ്ലാക്ക് ആയിട്ടില്ല. ഇത് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, ഒരു 5-6 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് നല്ലൊരു മാലയാണ്. ഇത് നല്ല സിൽവർ ജ്വല്ലറിയാണ്. പൊതുവെ എൻ്റെ സ്കിൻ ടോണിന് സിൽവർ ജ്വല്ലറി ചേരാറില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിന് ഉണ്ടാവുമല്ലോ സിൽവർ ജ്വല്ലറി ചേരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് വാങ്ങിയതാണിത്. അതിന് കൂടെയുള്ള മാലകളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ അന്ന് വാങ്ങിയ ഒരു ആക്രാന്തത്തിൽ വാങ്ങിയ കുറച്ച് പരട്ട മാലകളായതുകൊണ്ട് ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. ആ മാലകൾ ഞാനത് ഒഴിവാക്കി. എൻ്റെ വെറുതെ എന്തിനാ സ്പേസ് കളയുന്നത് വെച്ചിട്ട് ഞാനത് ഒഴിവാക്കി. പിന്നെ 2019 ഞാൻ ദുബായിൽ പോയപ്പം 2018 ഡിസംബറിൽ ഞാൻ ദുബായിൽ പോയപ്പം അവിടുത്തെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയ ഒരു മാലയാണ് ഇത് പാകിസ്ഥാൻ്റെ സ്റ്റോളിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൻ്റെ പൈസ എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാനല്ല കൊടുത്തത്. ഇത് ഏട്ടൻ വാങ്ങി തന്നതാണ്. ആൻഡ് ഇത് നല്ലൊരു മാലയാണ്. പക്ഷേ ഈ ഒരു പച്ച എനിക്ക് ചേരുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ഡ്രസ്സ് വരുമ്പോൾ ചേരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ചേരാണ്ടിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഈ അടുത്തായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു മാലയാണിത്. ഇതിൻ്റെ റേറ്റ് ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. കേട്ടോ, ഇത് നല്ലൊരു മാല കേട്ടോ, വലിയ റേറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നടുക്ക് എന്താണ് സരസ്വതി അങ്ങനെ എന്തോ ആണ് ഉള്ളത്. നല്ലൊരു മാലയാണിത്. ഇതിൻ്റെ മോട്ടീവ്സും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ലോങ് ചെയിനായിട്ട് ഹാരമായിട്ട് ഉപയോഗിക്കാറ്. പിന്നെ ഈ അടുത്ത് എൻ്റെ അച്ഛനും അമ്മയും ഗുജറാത്ത് നോർത്തിൽ എവിടെയോ പോയപ്പം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കുറച്ച് സിൽവർ ജ്വല്ലറി ഐറ്റംസാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം നോർമൽ എല്ലാവരുടെ കയ്യിലുള്ള ഇങ്ങനത്തെ ഒരു ചെറിയൊരു ചോക്കർ. ഈ ഒരു ചോക്കർ, അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആയിട്ടുള്ള ബ്ലാക്കിൽ വരുന്ന വേറൊരു ചോക്കർ. ഇത് പിന്നെ ഒരു ഗണപതിൻ്റെ ഒരു ചോക്കർ. ഈ ഒരു ഗണപതിൻ്റെ ചോക്കർ. ഇതിൻ്റെ കൂടെ കുറേ ഇയറിങ്സും കൊണ്ടുവന്നിരുന്നു കേട്ടോ. വേണമെങ്കിൽ ഇയറിങ്സിൻ്റെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും, കാരണം അത് കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ ചെറിയൊരു കുട്ടി ജ്വല്ലറി കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതേപോലെ തന്നെ ഇയറിങ്ങിൻ്റെ കുറച്ച് കളക്ഷനുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കുക. ഞാൻ എന്തായാലും ഇട്ടിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.